നമസ്കാരം. പല മിനറൽസും ശരീരത്തിൽ കുറയുമ്പോഴാണ് എല്ലിന് ശരിയായിട്ടുള്ള ബലം കിട്ടാണ്ട് വരികയും എല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതും എല്ലിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ് ഓസ്റ്റിയോപോറോസിസ്, എല്ല് തേയ്മാനം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതും. അപ്പോൾ ഇതിന് എല്ലിൻ്റെ ആരോഗ്യം കൂട്ടാനായിട്ട് നമുക്ക് ശരീരത്തിൽ കാൽസ്യം ശരിയായിട്ട് ആഗിരണം ചെയ്യാൻ എന്ന് വേണം തന്നെ പറയാൻ. കാരണം നമ്മൾ കാൽസ്യം ഫുഡൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ എല്ലുകൾ ആഗിരണം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ശരീരം ശരിയായിട്ട് എടുക്കുന്നില്ല. അതിന് പകരം ശരീരത്തിൽ ആവശ്യമില്ലാത്തിടത്തൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ഇത് സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറുന്നു എന്നൊക്കെ പരാതി പറയുന്നവരല്ലേ നിങ്ങൾ? അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടെന്നോ? ചില ആഹാരങ്ങൾ കഴിക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ അത് ശരീരത്തിൽ ചില മിനറൽസിൻ്റെ കുറവ് കൊണ്ടാണ്. അത് എങ്ങനെ നമുക്ക് നികത്താൻ പറ്റും, അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് കഴിക്കേണ്ടത് എന്നുള്ളതല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡ്രിങ്കുകളൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ഫോളോ ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഒരു 40-45 കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണേ. കാരണം ഈ കാൽസ്യത്തിന് ശരിയായിട്ട് ആഗിരണം ചെയ്യാനൊക്കെ ശരീരത്തിന് ചിലൊരു മടി കാണിക്കുന്ന സമയമാണ്. അപ്പോൾ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ ചില പണിയൊക്കെ തന്നെ കിട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഞാൻ ഡോക്ടർ സജിത ദിജി. ഇതിൽ ഒന്നാമത്തേത് ഏതാണെന്ന് അറിയണ്ടേ? ഹാലിം സീഡ് എന്ന് പറയും. പേര് കേൾക്കുമ്പോൾ അത് നമുക്കൊരു നമ്മുടെ ചെറുചണ വിത്ത് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സിനോടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിൽ ഒത്തിരി കൂടെ ചെറുതായിട്ട് റെഡ് കളറിൽ കാണുന്നതാണ്. ആശാളി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ഈ ആശാളി ഉപയോഗിച്ചിട്ട് ഒരു ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് ഒന്നുമില്ല, ഒരു സ്പൂണ് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെള്ളത്തിൽ കുതിർത്തിടാം. അതല്ലെങ്കിൽ പാലിൽ തിളപ്പിച്ചിട്ട് അതൊരു ചെറു ചൂടോടെ കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഗാർഡൻ ക്രസ് സീഡ്സ് എന്നും പറയും ഇതിനെ. കാൽസ്യം, ഫോസ്ഫറസും മഗ്നീഷ്യവും പ്രോട്ടീനും ഒക്കെ ഉള്ളതുകൊണ്ട് ബോണിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പല്ലുകൾക്കും ഒക്കെ വളരെ ഉപയോഗമാണിത്. ഇത് നമുക്ക് ശരീരത്തിലെ അയണിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്നുണ്ട്. 1 കപ്പ് ആശാളി വിത്തിൽ വെറും 16 കാലറിയേ ഉള്ളൂ. അതിനാൽ തന്നെ കൊഴുപ്പ് തീരെയില്ല. 3 ഗ്രാം കാർബോഹൈഡ്രേറ്റ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. വാർദ്ധക്യവും അല്ലെങ്കിൽ നമ്മുടെ പോഷകക്കുറവും മൂലം ഉണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മൾ സംരക്ഷിക്കാനും വൈറ്റമിൻ കെ കഴിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ കൂടാതെ ഇതിൽ മിതമായിട്ടുള്ള അളവിൽ പൊട്ടാസ്യം, വൈറ്റമിൻ എ, ഫൈബർ, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. മുലയൂട്ടുന്ന അമ്മമാർക്ക് പാലുൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രധാന ഹോർമോണായ പ്രൊലാക്റ്റിൻ ഉത്തേജിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. വെറും ഒരു വിത്തല്ലേ എന്ന് കരുതിയിട്ട് ആശാളി കൊണ്ട് സ്വയം ചികിത്സ നടത്തിയാൽ പണി കിട്ടുവേ. പ്രമേഹമുള്ളവരിൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറയ്ക്കുന്നുണ്ട്. പ്രമേഹ മരുന്നുകൾ കഴിക്കുന്നവർ ശ്രദ്ധിക്കണം. കൂടാതെ ശരീരത്തിലെ പൊട്ടാസ്യം കുറയ്ക്കുന്നതിനാൽ ആദ്യമേ ശരീരത്തിൽ കുറഞ്ഞ പൊട്ടാസ്യം ഉള്ളവർ ശരീരത്തിൽ ഇതിൻ്റെ ഒരു ഉപയോഗത്തിൻ്റെ ജാഗ്രത പാലിക്കണം, നല്ലതാണ്. പിന്നെ രക്തസമ്മർദ്ദം ചില സമയത്ത് ഇത് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ഹൈപ്പോടെൻഷൻ ഉള്ളവരൊക്കെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. പിന്നെ ഇത് ശരീരത്തിൽ ചെറുതായിട്ട് ചൂട് കൂട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പാലിന് കൂടെ കഴിക്കുന്നത്. ശീതഗുണമുള്ള പാലിന് കൂടെ ആകുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ എടുക്കരുത്. 1-2 സ്പൂണിൽ കൂടുതൽ ഉപയോഗിക്കേണ്ടതും ഇല്ല. ഇനി ഇത് പാല് ചേർത്ത് മാത്രമാണോ? പാല് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് കഞ്ഞിയിൽ ചേർത്തിട്ടും കഴിക്കാം കേട്ടോ. കഞ്ഞിയിൽ, നമ്മുടെ കർക്കിടക കഞ്ഞിയിലൊക്കെ ഒരു പ്രധാന വിഭവമായിരുന്നു ഇത്. ഇതൊക്കെ നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം കൂട്ടാൻ ഏറെ നല്ലതാണ്. ഇനി രണ്ടാമത്തേത് ലശൂന ക്ഷീരഭാഗയാണ്, അല്ലെങ്കിൽ വെളുത്തുള്ളി പാൽ കഷായം എന്നുള്ളത്. വെളുത്തുള്ളി എപ്പോഴും തന്നെ നമ്മുടെ ശരീരത്തിൽ വളരെയധികം പ്രശ്നങ്ങൾക്ക്, ഇത്തരം ബുദ്ധിമുട്ടുകൾക്കൊക്കെ തന്നെ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. തൊലി കളഞ്ഞ് ചതച്ചെടുത്ത വെളുത്തുള്ളി 8 ഇരട്ടി പാലും ചേർത്ത് പാലിൻ്റെ 4 ഇരട്ടി വെള്ളവും ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ച് പാലിൻ്റെ അളവാകുമ്പോൾ അരിച്ചെടുത്ത് നമുക്ക് കുടിക്കാം. ഇത് ശരീരബലം കൂട്ടാനും വാതരോഗങ്ങൾ ശമിക്കാനും എല്ലാം നല്ലതാണ്. ഹൃദ്രോഗങ്ങളൊന്നും വരാതിരിക്കാനും സഹായിക്കുന്നുണ്ട്. ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഒന്നായതുകൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉണ്ട്. അതുകൊണ്ട് വെളുത്തുള്ളി ദഹന പ്രശ്നങ്ങൾ അകറ്റാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അർബുദ സാധ്യത തടയാൻ വരെ സഹായകരമാണ്. രക്തധമനികളിൽ കട്ടി കൂടുന്നത് കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഒക്കെ സാധിക്കും. പിന്നെ പാലിൽ വെളുത്തുള്ളി ചേർത്ത് കുടിക്കുന്നത് വയറുവേദന, മലബന്ധം, ക്രമം തെറ്റിയ ആർത്തവം ഇവയ്ക്കൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ളതും കൂടെയാണ്. അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാനും ഈ ഗാർലിക് മിൽക്ക് ഏറെ നല്ലതാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് വെളുത്തുള്ളി ഇട്ട പാല് കുടിക്കുന്നത് നല്ല ഉറക്കം കിട്ടാനും സഹായിക്കും. ഇനി മൂന്നാമത്തേത് ചെറുപയറാണ്. ഈ ചെറുപയർ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. എന്നാലും മുളപ്പിച്ച് ഉപയോഗിക്കുന്നത് ദഹന പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും കൂടെ സഹായിക്കും. ഈ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നല്ലതാണ്. ഇനി ഇതുപോലെ തന്നെ ചെറുപയർ സൂപ്പായിട്ട് തയ്യാറാക്കി എടുക്കാം. ചെറുപയറിലും കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പ്രോട്ടീൻ, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു പ്രോട്ടീൻ്റെ സോഴ്സാണ്.
ആണ്. പിന്നെ നമ്മുടെ ന്യൂട്രീഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുദ്ഗേ രൂക്ഷേ ലഘുഗ്രാഹി കഫ പിത്ത ഹരേ ഹിമ സ്വാദൂരൽപ അനിലോ നേത്രിയോ ജുരക്നോ വനജസ്തത എന്നും പറയുന്നുണ്ട്. അതായത് ചെറുപയറിൽ വാതകഫ ദോഷങ്ങളെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. പയർവർഗ്ഗങ്ങളിൽ തന്നെ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഒന്നാണ് ചെറുപയർ. ലോകത്തിലെ സസ്യാധിഷ്ഠിത പ്രോട്ടീൻ്റെ ഏറ്റവും സമ്പന്നമായ ഒരു ഉറവിടങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ ചെറുപയർ ഒരു സൂപ്പർ ഫുഡായിട്ട് നമുക്ക് കണക്കാക്കാം. കഫപിത്തങ്ങളെ ശമിപ്പിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ പ്രശ്നം, പനി, പിത്തം, കഫം, രക്തദൂഷ്യം പോലുള്ള പല രോഗങ്ങൾക്കും ഒരു പരിഹാര മാർഗവുമാണ്. രോഗങ്ങളൊക്കെ മാറിയാലും നമുക്ക് പെട്ടെന്ന് ആരോഗ്യം തിരികെ നേടാൻ ഈ ചെറുപയർ നല്ലതാണ്. ഇത് രോഗപ്രതിരോധ ശേഷിയും കൂടെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ശരീരത്തിലെ ടോക്സിൻസുകളെയൊക്കെ നീക്കാനും ഇതിലെ പെക്റ്റിൻ എന്ന ദഹിക്കുന്ന നാര് കുടലാരോഗ്യത്തിന് ഏറെ നല്ലതാണ്. നല്ല ബാക്ടീരിയകളുടെ ആരോഗ്യത്തിനും ഇത് ഗുണകരമാണ്. നല്ല ശോധന കിട്ടാനും ദഹനത്തിനും. അതുപോലെ 100 ഗ്രാം ചെറുപയറിൽ 24 ഔൺസ് വെള്ളത്തിൽ പുഴുങ്ങി 6 ഔൺസ് ആക്കി കുറുക്കി പിഴിഞ്ഞെടുത്ത് ചെറുപയർ സൂപ്പ് 3 ഔൺസ് വീതമൊക്കെ തന്നെ കുടിക്കുന്നതും നല്ലതാണ്. നല്ലൊരു അയൺ ടോണിക്കിൻ്റെ ഗുണം ചെയ്യുന്ന ഒന്നുകൂടിയാണ് ചെറുപയർ. സൂര്യതാപം, ഉയർന്ന ശരീര താപനില, ദാഹം എന്നിവയിൽ നിന്നൊക്കെ സംരക്ഷിക്കാനും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉള്ളതുകൊണ്ട് ചെറുപയർ സൂപ്പ് കുടിക്കുന്നത് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കും. കാർബോഹൈഡ്രേറ്റ് കുറവാണ്. ഇതിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് പ്രമേഹത്തിനുള്ള ഒരു മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സ്ത്രീകൾക്ക് ഉപ്പിട്ട് പുഴുങ്ങി കഴിക്കുന്നത് ആർത്തവ വേദനയ്ക്ക് നല്ലതാണ്. വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനും ഇതിലെ വൈറ്റമിൻ ബി, വൈറ്റമിൻ B6 ഒക്കെ സഹായിക്കും. ഉണക്കല്ലരി ചേർത്ത് കഞ്ഞി വെച്ച് പശുവിൻ നെയ്യൊക്കെ ചേർത്ത് കഴിക്കുന്നത് സന്ധികളുടെ ആരോഗ്യത്തിനും കൂടെ ഗുണകരമാണ്. അടുത്തത് റാഗി അല്ലെങ്കിൽ ഫിംഗർ മില്ലറ്റ് ആണ്. ഈ റാഗി തന്നെ പല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ചെറുപയറും റാഗി പൊടിയും കൂടെ ചേർത്ത് ഈ തയ്യാറാക്കിയിട്ടുള്ള രീതിയിലുള്ള ഒരു ലഡു രൂപത്തിലൊക്കെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലാതെ റാഗി കുറുക്കി കഴിക്കാൻ ഉപയോഗിക്കാം. ഒരു കുറുക്ക് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ. ഇത് പലപ്പോഴും നമ്മൾ പാലിന് കൂടെ ചേർക്കുമ്പോഴാണ് കഫം കൂടുന്നതും കഫ പ്രശ്നങ്ങളൊക്കെ വരുന്നതും. അതല്ലാതെ നമ്മൾ സാധാരണ വെള്ളത്തിൽ തന്നെ തിളപ്പിച്ചിട്ട് അതൊരു ജ്യൂസാക്കിയോ സ്മൂത്തി ആക്കിയിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഉപ്പിട്ടിട്ട് ഒരു ഡ്രിങ്ക് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒക്കെ കലവറയാണ് ഈ ഒരു ചെറുധാന്യം. ഇരുമ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഹീമോഗ്ലോബിൻ കൗണ്ട് കുറഞ്ഞവർക്കും നല്ലതാണ്. ജീവകം സി പ്രത്യേകിച്ചും വൈറ്റമിൻ B6, ഫോളിക് ആസിഡ് ഒക്കെ റാഗിയിലുണ്ട്. ഡയറ്ററി ഫൈബറും നാരുകളും പോളിഫിനോളും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ഇത് ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളൊക്കെ തരുന്നുണ്ട്. ട്യൂമറുകൾ, രക്തക്കുഴലുകൾ ചെറുതാകുന്നതും കട്ടി കൂടുന്നതും ചെയ്യുന്ന അതിറോസ്ക്ലീറോസിസ് ഇവയിൽ നിന്നൊക്കെ റാഗി നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതാണ്. പിന്നെ കൊഴുപ്പ് വളരെ കുറവായതുകൊണ്ട് നമുക്ക് വേഗം ദഹിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആദ്യ ഭക്ഷണമായിട്ടൊക്കെ റാഗി കുറുക്ക് കൊടുക്കാറില്ലേ. എന്നാൽ മുതിർന്നവർ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വളരെ മടിയാണ്. റാഗിയുടെ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മളത് എന്തായാലും ഉൾപ്പെടുത്തും. വിശപ്പിനെ കുറയ്ക്കുന്ന ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് റാഗിയിലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് അരി പോലുള്ള മറ്റ് ധാന്യങ്ങളേക്കാൾ ഏറെ നല്ലതാണ്. പിന്നെ റാഗിയിൽ കാൽസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കാൽസ്യത്തോടൊപ്പം ജീവകം ഡിയും ഉള്ളതുകൊണ്ട് എല്ലുകൾക്ക് ശക്തി കൊടുക്കാനും കുട്ടികളിലെ എല്ലുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും മുതിർന്നവരുടെ എല്ലുകളുടെ ആരോഗ്യം ക്ഷയിക്കുന്നതും ബലക്കുറവ് വരുന്നതും ഒക്കെ നികത്താൻ സഹായിക്കും. കാൽസ്യം, വൈറ്റമിൻ ഡി, പ്രോട്ടീൻ, മഗ്നീഷ്യം ഒക്കെ നമ്മുടെ ശരീരത്തിൽ പൊതുവെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കാൽസ്യം ഫുഡ് കഴിക്കുന്നത് ഒന്നും തന്നെ ശരിയായിട്ട് ആഗിരണം ചെയ്യാതെ വരുന്നത് ഇതുപോലുള്ള മഗ്നീഷ്യമോ വൈറ്റമിൻ ഡിയോ പ്രോട്ടീനോ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലോ ഒക്കെ തന്നെ ഇത് ശരിയായിട്ട് ആഗിരണം ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ആഹാരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ തന്നെ ശരിയായിട്ട് എല്ലുകൾ ഇതിനെ ആഗിരണം ചെയ്യപ്പെടുകയും നമ്മൾ ഉദ്ദേശിച്ചൊരു ഫലം കിട്ടുകയും ചെയ്യും. ഈ റാഗി പതിവായി ഉപയോഗിച്ചാലോ പ്രമേഹ സാധ്യത കുറയ്ക്കും. നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പോളിഫിനോളും ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസോർഡർ പോലുള്ള ഒക്കെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. കാൽസ്യം, അയൺ, നിയാസിൻ, ഡയാമിൻ, റൈബോഫ്ലേവിൻ തുടങ്ങിയ അമിനോ ആസിഡുകൾ സമ്പന്നമായതുകൊണ്ട് തന്നെ പേശികളുടെ പ്രവർത്തനത്തിന് സഹായിക്കും. അതുകൊണ്ട് ഇത് ഇത്തരം പ്രശ്നങ്ങൾക്കും അതുപോലെ ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ അകറ്റാനും സഹായിക്കുക മാത്രമല്ല യുവത്വം നിലനിർത്താനും വളരെ നല്ലതാണ്. അകാല വാർദ്ധക്യം തടയുന്നതിനൊക്കെ ഏറ്റവും നല്ല ആൻറ്റി ഏജിങ് ഡ്രിങ്കാണ് എന്ന് വേണം പറയാൻ. ഇനി ദോശയോ അടയോ ചപ്പാത്തി, ഉപ്പുമാവ്, പുട്ട്, ഹൽവ, ഇഡലി അങ്ങനെ വൈവിധ്യമാർന്ന സ്വാദിഷ്ടവുമായിട്ടുള്ള ഒത്തിരി വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ റാഗി എന്നുള്ളത് നമ്മൾ ഈ റാഗിയും ചെറുപയറൊക്കെ ഉണ്ടല്ലോ സ്ഥിരമായിട്ട് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എടുത്താൽ പലരും ചോദിക്കാറുണ്ട് ഫേസിനൊക്കെ എന്തെങ്കിലും ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാൻ. നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടിയിട്ട് മുഖത്തിനൊക്കെ ഒരു നല്ല പ്രസരിപ്പ്, ഒരു തിളക്കം എന്നും നിലനിർത്താൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് മാത്രമൊന്നുമല്ലേ, പാലും പാലുൽപ്പന്നങ്ങളും ഒത്തിരി നട്ട്സുകളും ചെറുമീനുകളും ഇങ്ങനെ ഇലക്കറികളും ഒക്കെ ഇതിൽ നമുക്ക് സഹായിക്കുന്ന
സഹായിക്കുന്നുണ്ട് കാൽസ്യത്തിന്. അതുപോലെ നെയ്യ് ഉൾപ്പെടുത്തുന്നതും അതുമല്ലെങ്കിൽ എള്ളും ശർക്കരയും ചേർത്തിട്ട് കഴിക്കുന്ന മുരിങ്ങ ഇലയോ അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇലയുടെ പൊടിച്ചു വെച്ചിട്ട് അത് അല്പം ചൂടുവെള്ളത്തിൽ കലക്കി വെറും വയറിൽ രാവിലെ കുടിക്കുന്നതോ ഒക്കെ തന്നെ നല്ലതാണ്. പിന്നെ നമുക്ക് പാല് കുടിക്കുന്നതിന് കൂടെ തന്നെ പാലിൽ അല്പം ഉണങ്ങിയ അത്തിപ്പഴവും കൂടെ ചേർത്ത് ജ്യൂസ് അടിച്ച് കഴിച്ചാലോ, അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്ക് കുടിക്കുന്നതും മുതിരയുടെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നത്, ചിയാ സീഡ് ഡ്രിങ്ക് കുടിക്കുന്നത്, ഇതൊക്കെ തന്നെ നമ്മുടെ കാൽസ്യത്തിന് ശരിയായിട്ട് ശരീരം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ചില ടിപ്പുകളാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് നോക്കിയിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഷെയർ ചെയ്യാൻ മറക്കരുത്. നന്ദി.